29 മണിക്കൂർ പിന്നിട്ടിട്ടും തസ്മിത്ത് തംസ് എന്ന 13-കാരി കാണാമറയത്ത് തന്നെ. ഇന്ന് രാവിലെ മുതൽ കന്യാകുമാരി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. CCTV ഉൾപ്പെടെ പരിശോധിച്ചെങ്കിലും പെൺകുട്ടിയെക്കുറിച്ച് ഒരു സൂചനയും കിട്ടിയില്ല. തസ്മിത്തിനെ കാണാനില്ല എന്ന വിവിധ ഭാഷകളിലുള്ള നോട്ടീസ് പോലീസ് പുറത്തിറക്കി. കന്യാകുമാരിക്ക് പുറമെ നാഗർകോവിലിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഇരണിയൽ, കുഴിത്തുറ റെയിൽവേ സ്റ്റേഷനുകളിലും പോലീസ് സംഘമെത്തും. വിവരങ്ങളുമായി അലക്സറ മുഹമ്മദും അജീഷ് ജയകുമാറുമാണ് ചേരുന്നത്. ആദ്യം അജീഷ് ജയകുമാറിലേക്ക്. അജീഷ്, ഈ കന്യാകുമാരിയിലുള്ള പോലീസ് സംഘം ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? വേണു, കന്യാകുമാരിയിലെ പോലീസ് സംഘം ഇവിടുത്തെ പരിശോധനയൊക്കെ പൂർത്തിയാക്കി ഇവിടുന്ന് മടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഇവിടുത്തെ ഒരു തെളിവും കിട്ടാത്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസ് സംഘം ഇവിടുന്ന് മടങ്ങിക്കഴിഞ്ഞത്. നേരത്തെ ഏതാണ്ട് രാവിലെ 7 മണി മുതൽ പോലീസ് ഇവിടെ പരിശോധിക്കുകയായിരുന്നു. ഏതാണ്ട് ഉച്ചവരെ പോലീസ് കാര്യക്ഷമമായി അരിച്ചുപറക്കി. കന്യാകുമാരി പ്രദേശത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ അരിച്ചുപറക്കിയെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. CCTV ആയിരുന്നു ഏക പിടിവള്ളി. CCTV പരിശോധന ഏതാണ്ട് 5 മണിക്കൂറോളം കഴക്കൂട്ടം SIയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയിരുന്നു. ആദ്യഘട്ടം സൂക്ഷ്മമായി വിലയിരുത്തിയിരുന്നു. ഏതാണ്ട് 10-20 ക്യാമറകൾ, അതിൻ്റെ പല ആംഗിളിലുള്ള ക്യാമറകളായിരുന്നു. ഈ ക്യാമറകളിൽ എവിടെയെങ്കിലും കുട്ടിയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ചു. പക്ഷേ ഉച്ചവരെ ആയപ്പോഴൊക്കെയാണ് മനസ്സിലായത് കുട്ടിയുടെ ചിത്രം ഒരിടത്തും കണ്ടെത്തിയില്ല. രാവിലെ ഈ പുലർച്ചെ 5:30 കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയും പോലീസ് തള്ളിക്കളയുകയാണ്. ഇയാളുടെ മൊഴി വിശ്വാസത്തിലെടുക്കേണ്ടത് ഇല്ല എന്നാണ് പോലീസ് ഇപ്പോൾ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കന്യാകുമാരിയിൽ പെൺകുട്ടി എത്തിയിട്ടില്ല എന്ന നിഗമനത്തിൽ പോലീസ് എത്തി. ഇതോടെയാണ് പോലീസ് സംഘം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളത്. ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് ഈ സംഘവും മറ്റു റെയിൽവേ സ്റ്റേഷനിലേക്ക് പരിശോധനയ്ക്കായി പോകും. ഇപ്പോൾ നിലവിൽ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ കേരളത്തിൽ നിന്നുള്ള സംഘം 5 പേരുണ്ടായിരുന്ന സംഘം മടങ്ങിക്കഴിഞ്ഞു. ഇവർ തുമ്പ പോലീസ് സ്റ്റേഷനിലെ വാഹനത്തിലായിരുന്നു ഇവരെത്തിയത്. ഈ 5 പേരടങ്ങുന്ന സംഘവും ഇവിടെ നിന്ന് മടങ്ങിക്കഴിഞ്ഞിരുന്നു. രാവിലെ ഈ പോലീസിന് ഈ ഘട്ടത്തിൽ, അതായത് ഈ പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസിന് കിട്ടിയ ആദ്യ തുമ്പായിരുന്നു ഈ ബബിത നൽകിയ ഫോട്ടോ. ഈ ഫോട്ടോ പരിശോധിച്ചതിൽ നിന്നാണ് ഈ പെൺകുട്ടി ഐലൻഡ് എക്സ്പ്രസ്സിൽ കയറി തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടെന്ന് മനസ്സിലായത്. മറ്റൊരു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പാറശാല വരെ ഈ പെൺകുട്ടി ഒപ്പമുണ്ടായിരുന്നതായും മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയാണെങ്കിൽ പാറശാലയ്ക്ക് ശേഷമുള്ള 3 പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലാണ് പോലീസ് ഇനി തെരച്ചിൽ നടത്താൻ പോകുന്നത്. അത് കുഴിത്തറയുണ്ട്, മറ്റു റെയിൽവേ സ്റ്റേഷനുണ്ട്, അതായത് നാഗർകോവിലുമുണ്ട്. ഈ 3 റെയിൽവേ സ്റ്റേഷനിലാണ് ഇനി പോലീസ് പരിശോധന നടത്താൻ പോകുന്നത്. എന്തായാലും നാഗർകോവിലേക്ക് പോലീസിൻ്റെ അടുത്ത 2ാം ഘട്ട സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ഈ വിലപ്പെട്ട സമയം പോലീസ് പാഴാക്കി കളയുകയായിരുന്നു. ഈ കന്യാകുമാരി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്ന സമയത്തിനൊപ്പം തന്നെ മറ്റ് 3 പോലീസ് സ്റ്റേഷനിലും കൂടി, റെയിൽവേ സ്റ്റേഷനിലും കൂടി പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റ് കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. എന്തായാലും അത് നടന്നില്ല. അത് വൈകി, ഒരുപാട് മണിക്കൂർ വൈകി. എന്തായാലും ഇന്നലെ 3 മണിക്ക് മുൻപായിട്ട് ഈ പെൺകുട്ടി ഈ മറ്റ് 3 റെയിൽവേ സ്റ്റേഷനിൽ ഏതെങ്കിലും ഒന്നിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത്. ഈ നാഗർകോവിലിൽ നിന്ന് വേണമെങ്കിൽ മറ്റ് റെയിൽവേ സ്റ്റേഷൻ, തമിഴ്നാട്ടിൽ തന്നെ പല സ്റ്റേഷനിലേക്കും പോകാനുള്ള അവസരമുണ്ട്. അവിടുന്ന് റെയിൽവേ കണക്ടിവിറ്റി ഉണ്ട്. ആ ബസ്സിൽ കയറി എങ്ങോട്ട് വേണമെങ്കിലും പോകാം. എന്തായാലും ഈ വീട്ടുകാരുടെ നമ്പറുണ്ട്. പെൺകുട്ടിക്ക് കാണാതെ അറിയാം. പക്ഷേ മറ്റാരുടെയും മൊബൈൽ ഫോൺ വാങ്ങി വീട്ടുകാരെ ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടി മനഃപൂർവ്വം തന്നെ വീട്ടിൽ നിന്ന് മടങ്ങാനായി അസാമിലേക്ക് തിരികെ പോകുന്നുവെന്ന് പറഞ്ഞിട്ടാണ് വീട് വിട്ട് ഇറങ്ങിയതെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിച്ചായിരിക്കും ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ ഭാഷ അറിയാത്ത പെൺകുട്ടി, കയ്യിൽ പണമില്ലാത്ത പെൺകുട്ടി ഏറെ ബുദ്ധിമുട്ടും. എന്തായാലും പോലീസും ഈ ഒരു അന്വേഷണം വഴിമുട്ടിയ നിലയിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും കന്യാകുമാരിയിൽ അന്വേഷണം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ച പോലീസ് സംഘം മടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഇവിടെ ഇനി CCTV അടക്കമുള്ള എല്ലാം പരിശോധിച്ചു കഴിഞ്ഞു. പുറത്തെ കടകളിൽ CCTV ഒക്കെ പ്രാഥമിക ഘട്ടത്തിൽ രാവിലെ 7 മണി മുതൽ തന്നെ പരിശോധിച്ചിരുന്നു. പോലീസ് 2 ഘട്ടമായി ബീച്ചിലടക്കം ഈ കുട്ടിയുടെ ഫോട്ടോയുമായി നൂറുകണക്കിന് ആളുകളെ കണ്ട് ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഒരു തുമ്പും പോലീസിന് കിട്ടിയില്ല. അങ്ങനെയാണ് കന്യാകുമാരിയിൽ പെൺകുട്ടി വന്നിട്ടില്ല എന്നൊരു അന്ത്യനിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. അജീഷ് ജയകുമാറാണ് കന്യാകുമാരിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. കന്യാകുമാരിയിൽ ഈ കുട്ടിക്കായുള്ള തെരച്ചിൽ പൂർണ്ണമായും കേരള പോലീസ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഒടുവിൽ വരുന്നത്. ഇനിയിപ്പോൾ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് നാഗർകോവിൽ തീവണ്ടി സ്റ്റേഷനിലാണ്. അവിടെ നിന്ന് അലക്സറ മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, എപ്പോഴേക്ക് നമ്മുടെ സംഘം അവിടെ എത്തും? എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ?
വേണം മനസ്സിലാക്കുന്നത് ഈ കുഴിത്തുറയിലെ CCTV പരിശോധന കഴിഞ്ഞ് ഈ കേരള പോലീസിന്റെ സംഘം ഇരണിയിൽ എത്തിയിട്ടുണ്ട്. ഇരണിയിൽ അവർ പ്രാഥമിക പരിശോധന നടത്തുകയാണ്. അവർക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാനാകുന്നത് ഈ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് മാത്രമാണ്. അതാണ് ഈ കുഴിത്തുറയിലും ഇരണിയിലും പുരോഗമിക്കുന്നത്. ഇരണിയിലെ പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ ആ സംഘം മനസ്സിലാക്കുന്നത് 4 പേർ ഉൾപ്പെടുന്ന സംഘമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ഈ നാഗർകോവിൽ ജംഗ്ഷൻ എന്ന് പറയുന്ന ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. വേണം ഇവിടെ നമ്മൾ ഈ RPF-മായി ബന്ധപ്പെട്ടിരുന്നു. RPF-നാണ് ഇവിടുത്തെ ഈ റെയിൽവേ സ്റ്റേഷനിലെ CCTV-കളുടെ കൺട്രോൾ അത് നിയന്ത്രിക്കുന്നത് RPF ആണ്. 48 CCTV ക്യാമറകളാണ് 4 പ്ലാറ്റ്ഫോമുകളിലായി ഉള്ളതായി നമുക്കറിയാൻ കഴിഞ്ഞു. ഞാൻ RPF-ൻ്റെ ഓഫീസിൽ പോയി ഞാൻ ആ വിവരങ്ങൾ ചോദിച്ചു. ഒന്നാമത്തെ കാര്യം അവിടെ ഉദ്യോഗസ്ഥരില്ല എന്നുള്ളതാണ്. അവിടെ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ല. രണ്ടാമത്തെ കാര്യം ഇനി ഇന്നലത്തെ ദൃശ്യങ്ങൾ എടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം നിലനിൽക്കുന്നുണ്ട് ഈ നാഗർകോവിലിനെ സംബന്ധിച്ച്. കാരണം ഈ ഡ്യൂട്ടിയിൽ ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ മാത്രമേ ആ സമയത്തെ ദൃശ്യങ്ങൾ അവർ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. ഇത് മാനുവലായി മാത്രമേ ഈ CCTV ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കൂ എന്നാണ് ചില ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. അതല്ലാതെ ഓട്ടോമാറ്റിക്കായി ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത്. ആ സമയത്ത് മാനുവലായി റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുമ്പോൾ ആ ദൃശ്യങ്ങളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാകുമെന്നാണ് അവർ പറഞ്ഞത്. അതിനർത്ഥം ഇവിടത്തെയും പരിശോധന ഒരുപക്ഷെ നിരർത്ഥകമാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം ഒന്ന്, വേണ്ടത്ര ഉദ്യോഗസ്ഥർ ഈ CCTV നിയന്ത്രിക്കുന്ന ക്യാബിനിൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ല. അവർ മുഴുവൻ സമയം ഈ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നില്ല. റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളിൽ കുട്ടി ഇവിടെ വരുമ്പോൾ, അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള ദൃശ്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതിന് കേരള പോലീസിൻ്റെ ഈ സംഘമെത്തി അവരുടെ ഈ ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ അവരുടെ ഈ ശുപാർശയോ നിർദ്ദേശമോ അടക്കം ഈ RPF-ന് കാണിച്ച് ബോധിപ്പിച്ചതിന് ശേഷം അത് പരിശോധിച്ചാൽ മാത്രമേ അതിൽ ആ കുട്ടിയുടെ ദൃശ്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. CCTV-കൾ ഇവിടെയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കയറി വരുന്ന എൻട്രൻസിൽ കാണുന്ന പ്രധാനപ്പെട്ട CCTV ക്യാമറയാണ് ഈ കാണുന്നത്. ഇത് പ്രധാനപ്പെട്ട എൻട്രൻസ് ആണ്. നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് കയറി വരുന്ന എൻട്രൻസിലുള്ള CCTV ആണ്. കുട്ടി ഇവിടെ ഇറങ്ങി പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇവിടേക്ക് കയറി വരികയോ ചെയ്താൽ ഈ CCTV-യിൽ പതിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 48 CCTV-കൾ ഏതാണ്ട് 2 or 3 എണ്ണം പ്രവർത്തിക്കുന്നില്ല എന്ന ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. ബാക്കിയെല്ലാം പ്രവർത്തിക്കുന്നവയാണ്, മുഴുവൻ സമയം പ്രവർത്തിക്കുന്നവയാണ്. അത് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിൽക്കുന്ന ആശങ്ക, പ്രതിസന്ധി എന്ന് പറയുന്നത് അത് മുഴുവൻ സമയം റെക്കോർഡഡ് അല്ല. ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിൽ, അത് ക്യാബിനിൽ CCTV ക്യാബിനിൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരല്ല, തൊട്ടടുത്ത് മറ്റു ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ ആ ക്യാബിനിലേക്ക് എത്തി CCTV ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്താൽ മാത്രം ആ സമയത്ത് ദൃശ്യങ്ങൾ ലഭ്യമാകും. അത് വീണ്ടും പരിശോധിച്ചാൽ ലഭ്യമാകും എന്നുള്ളതാണ് ആ ഉദ്യോഗസ്ഥർ നൽകുന്ന മറുപടി. ആ മറുപടിയിൽ തന്നെ നമുക്ക് ഇവിടുത്തെ പരിശോധന എത്രത്തോളം വിജയകരമാകും എന്നുള്ളതിൽ സംശയമുണ്ട് വേണു. കാരണം ആ ഉദ്യോഗസ്ഥർ സംസാരിച്ചതിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഇരണിയിലെ പരിശോധന പൂർത്തിയാക്കി കേരള പോലീസിൻ്റെ 4-അംഗ സംഘം ഇവിടെ എത്തി ഈ റെയിൽവേ സ്റ്റേഷനിലെ 4 പ്ലാറ്റ്ഫോമുകളിലെയും CCTV കേന്ദ്രീകരിച്ചുള്ള ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന അവർ നടത്തും. അതിനുശേഷം അവർ ഒരുപക്ഷെ ഒരു നിഗമനത്തിലെത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കുട്ടിക്ക് ഇവിടെ നിന്നാണ് വണ്ടി വഴിതിരിഞ്ഞ് പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചെന്നൈയിലേക്കും അതുപോലെ മധുരയിലേക്കുമുള്ള ട്രെയിനുകളുണ്ട്. കുട്ടി ഇവിടെ ഇറങ്ങിയതിന് ശേഷം അത്തരം ഏതെങ്കിലും ട്രെയിനുകളിൽ കയറിയോ എന്നുള്ള കാര്യം സംശയമാണ്. അത്തരം ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് നിർണായകമായി നമ്മൾ ഉറ്റുനോക്കുന്നത്. കാരണം ഇവിടുത്തെ ഈ CCTV ഹാർഡ് ഡിസ്കിലടക്കം ആ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകാൻ, അതായത് അന്വേഷണമായി ഈ മേഖലയിൽ മുന്നോട്ട് പോകുന്നുള്ള ഒരു തുമ്പ് അവിടെ നിന്ന് ലഭിക്കുമെന്ന് പറയാം. കന്യാകുമാരി കേന്ദ്രീകരിച്ച് ഏതാണ്ട് 5-6 മണിക്കൂർ പരിശോധന നടത്തി. അവിടെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ആ ദൃശ്യങ്ങളിലൊന്നും കുട്ടിയുടെ ദൃശ്യങ്ങളോ കുട്ടിയുടെ മുഖമോ പതിഞ്ഞിട്ടില്ല. അവിടുത്തെ ഈ റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങളിലോ അതിന് പുറത്തുള്ള CCTV ദൃശ്യങ്ങളിലോ പുറത്ത് ബീച്ചിലും ഒക്കെയായി നടത്തിയ പരിശോധനയിലോ ഒന്നും അത്തരത്തിലുള്ള ഒരു സാന്നിധ്യവും കണ്ടെത്തിയിട്ടില്ല. ഒരു തെളിവും ലഭിച്ചിട്ടില്ല, ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. അവിടുത്തെ പരിശോധന ഏറെക്കുറെ കേരള പോലീസ് പൂർത്തിയാക്കി അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇവിടേക്കാണ് പോലീസ് വരാനുള്ളത്. മറ്റു 2 ഇടങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഴിത്തുറയിലും അതുപോലെ ഇരണിയിലും ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അവിടെയും ഇത്തരത്തിലുള്ള തുമ്പുകളൊന്നും ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ ഒന്ന് എന്ന് പറയുന്നത് ഈ നാഗർകോവിൽ ജംഗ്ഷനാണ്. ഈ നാഗർകോവിൽ ജംഗ്ഷനിലെ ഈ 48 CCTV-കളിൽ പ്രവർത്തനക്ഷമമായ ഏതാണ്ട് 46ഓളം CCTV-കൾ അവർ പരിശോധിക്കും. അത് പരിശോധിക്കുമ്പോൾ പോലും ഇന്നലത്തെ ദൃശ്യങ്ങൾ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ആ ഒരു ഉച്ച സമയം, ഒരു 2 മണി 2:30-2:45 അതിനുള്ളിലാകണം കുട്ടി നാഗർകോവിൽ ഭാഗത്ത് എത്താൻ സാധ്യത ഉള്ളത്. ആ ട്രെയിനിൽ ഇവിടേക്ക് സഞ്ചരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയമാണ് സാധ്യത. ആ സമയത്ത് ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് നമ്മൾ വീണ്ടും പരിശോധിക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്നുള്ളതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യം. എന്താണെങ്കിലും അത് പോലീസ് എത്തി ആ പരിശോധന നടത്തുമ്പോഴറിയാം. ഒരുപക്ഷെ ആ സമയത്ത് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുട്ടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു തുമ്പായത് മാറും. കാരണം ഇതിലേറ്റവും വഴിമുട്ടി നിന്ന സമയത്ത് കുട്ടി എവിടേക്കാണ്, ഏത് ഭാഗത്തേക്കാണ് പോയതെന്ന് അറിഞ്ഞുകൂടാതെ വഴിമുട്ടി നിന്നൊരു സമയത്ത്
ഈ നെയ്യാറ്റിൻകര സ്വദേശിയായ ഈ വിദ്യാർത്ഥിനിയാണ് ഒരു തുമ്പ് നൽകുന്നത്. ആ വിദ്യാർത്ഥിയുടെ അടുത്ത ഫോട്ടോയാണ്. കുട്ടി തെക്കുഭാഗത്തേക്കാണ് ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ തെക്കുഭാഗത്തേക്കാണ് പോയതെന്ന സൂചന നൽകിയത്. തുടർന്നാണ് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഏതാണ്ട് ഒരു 5 മണിക്ക് ശേഷം ഉള്ള പരിശോധന മുഴുവൻ കേന്ദ്രീകരിച്ചത് തിരുവനന്തപുരത്തിന് തെക്കേക്ക് ഈ തമിഴ്നാട് ഈ ഭാഗത്തേക്കാണ്. കന്യാകുമാരിയിലേക്കും ഒപ്പം നാഗർകോവിൽ ഭാഗത്തേക്കും ഒക്കെയാണ്. അതിൽ പ്രധാനമായി കന്യാകുമാരി കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു മണിക്കൂറുകളോളം നീണ്ടുന്ന പരിശോധന നടന്നത്. പക്ഷേ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഇനി ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലെ പരിശോധന കൂടി ഈ നാഗർകോവിലിലെ പരിശോധന കൂടി പൂർത്തിയാകാനുണ്ട്. അത് പൂർത്തിയായതിനു ശേഷമായിരിക്കും കേരള പോലീസിൻ്റെ അടുത്ത നീക്കം എന്താണ് എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് സംഘം ഇതുമായി ബന്ധപ്പെട്ട് കുട്ടി എവിടെയാണ് എന്നറിയാത്ത ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. മുന്നോട്ട് എങ്ങനെ പോകണം എന്നറിഞ്ഞൂടാത്ത ഒരു അവസ്ഥയിൽ. ശരി, അലക്സ് റാം മുഹമ്മദാണ് നാഗർകോവിൽ തീവണ്ടി സ്റ്റേഷനിൽ വിവരങ്ങൾ നൽകുന്നത്. അലക്സ് നൽകുന്ന സൂചന എന്നത് ഒരു പക്ഷേ ഈ CCTVകൾ ഉണ്ട് അവിടെ, പക്ഷേ അത് മാനുവലായി മാത്രമേ റെക്കോർഡ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ കഴിഞ്ഞ സമയത്ത് അവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാർ, RPFന്റെ ഈ പറയുന്ന കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്നവർ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം ഇനി ഉറപ്പാക്കേണ്ടതുണ്ട്. റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവുക എന്നാണ് അലക്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനകം കേരള പോലീസിന്റെ 4 അംഗ സംഘം നാഗർകോവിൽ തീവണ്ടി സ്റ്റേഷനിലെത്തും.